അതുവഴിയാണ് നമുക്കിനി അകത്തേക്ക് പോകേണ്ടത് കേട്ടോ. ഇത് ഫോർട്ടിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒരു ബസ് വന്നു, അതിൽ വന്ന ആൾക്കാരുണ്ടോ ഈ കാണുന്നതൊക്കെ, വരിക്കിന് പോകുന്നുണ്ടാവും. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് കന്യാകുമാരിയിൽ നിന്ന് 7 കിലോമീറ്റർ മാറി വട്ടൈക്കോട്ട എന്ന് പറയുന്ന ഒരു ഫോർട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയ സമയത്ത് വന്ന ഒരു ബസ്സാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതിൽ വന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ ഫോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ട്, ഈ കാണുന്നതൊക്കെ നമ്മൾ വന്നതിന് ശേഷം വന്ന വണ്ടികളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കാറ് പോകുന്നുണ്ട്, അവിടെ നേരെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഫോർട്ടിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ആ സൈഡിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ ഒരു ഫോർട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 2 പേർക്ക് 50 രൂപയാണ് കേട്ടോ, ഒരാൾക്ക് 25 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോർട്ടിനകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ഫോർട്ടിൻ്റെ അകത്തേക്കാണ് ഇനിയിപ്പോൾ പോകേണ്ടത്. അപ്പോൾ ഫോർട്ടിൻ്റെ മുന്നിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ എൻട്രി ഫീ കൊടുത്തിട്ട് അകത്തേക്ക് കയറേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്ത് ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ട് നേരെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ. ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് അവിടെ ഒരു കുളം കാണാം കേട്ടോ. ഇത്രയും നേരം വെയിലത്ത് വന്ന് ഇറക്കിയിരുന്നു. ഇപ്പോഴാണ് ഇത്തിരി തണൽ കിട്ടി കേട്ടോ. രണ്ട് ഇതുപോലെ കുളമാണ് കേട്ടോ. വെള്ളമൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അത് ഫുള്ള് പായൽ പിടിച്ച് കിടക്കുക. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയിട്ട് ഇവിടെ സംഭവം അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ. ചുറ്റിനും കേട്ടോ ഇതുപോലത്തെ അടിപൊളി കാഴ്ച. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. കുറച്ച് അതേ കയറി നിന്നിട്ടൊക്കെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പറ്റി അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല രസം കേട്ടോ അവിടെ. കന്യാകുമാരി ജില്ലയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാറിയാണ് വട്ടൈക്കോട്ടെ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. പൂർണ്ണമായും കരിങ്കല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1741 മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന നിലയിൽ കോട്ട പണിതത്. 3.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട പൂർണ്ണമായും കരിങ്കല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോട്ട പൂർണ്ണമായിട്ടും കരിങ്കല്ലാണ് കേട്ടോ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. തിരുവിതാംകൂറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ. സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കോട്ടയാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം നല്ല നമ്മൾ കറങ്ങി കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങി കാണാനുണ്ട്. സെൻട്രലായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോഴേക്കും ആ സൈഡിലേക്ക് ഒരുപാട് ആൾക്കാർ കടലിറങ്ങി കുളിക്കുന്ന കേട്ടോ. അത് ദൂരെ കാറ്റാടി ഇട്ടിട്ടുണ്ട് നമ്മുടെ വെന്റിലേക്ക് കൊണ്ട്. അപ്പോൾ അത് കാറ്റുണ്ട്. നമ്മളെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴേക്കും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കാറ്റുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഫോർട്ടിൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങി. അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. കാറ്റായാണ് നമ്മൾ പറയുന്നവരും കേൾക്കാൻ വരിക. നല്ല കാറ്റ്, തൊപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഇപ്പോഴത്തെ തണലത്തെ നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം കാറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല, ഈ തണലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഇത്രയും കറങ്ങി തീർന്നു കേട്ടോ, കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് താഴേക്ക് പോകണം. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഈ കുളം ഉണ്ടല്ലോ, ഈ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നിട്ട് ആ കുളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇപ്പം കടലിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരുന്ന വ്യൂ ആണ്. ഇവിടെ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നേരത്തെ വന്നിട്ട് ആ ഒരു സൈഡിൽ ഇവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നു.
ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഈ കടലിൻ്റെ കാഴ്ചകൾ കാണാം. ആ സൈഡിൽ ഒരുപാട് ആൾക്കാർ കുളിക്കുന്ന ഇവിടെ നിൽക്കുന്നതിന് കാണാം കേട്ടോ. കടലിലൊക്കെ ഇറങ്ങി കുളിക്കുന്നതിനെ കാണാം. അപ്പോൾ ആ ഒരു സൈഡിലാണ് നേരത്തെ പറഞ്ഞ വരുന്നത്, കന്യാകുമാരിക്ക് ആ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർട്ടിനെ വട്ടക്കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തമിഴിൽ വട്ടൈക്കോട്ട എന്നും മലയാളത്തിൽ വട്ടക്കോട്ട എന്നും. അപ്പോൾ കന്യാകുമാരി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാൻ, കാരണം 7 കിലോമീറ്ററേ ഉള്ളൂ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ നല്ല കാറ്റായിട്ട് വിചാരിക്കുന്ന പോലുള്ള കാറ്റില്ല, നല്ല അസാധ്യ കാറ്റാട്ടോ. കന്യാകുമാരി സൺസെറ്റ് കാണാൻ വേണ്ടി മുമ്പ് ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ കന്യാകുമാരി ബീച്ചിലേക്ക് നല്ല വ്യൂ. നമുക്ക് എവിടെയും കയറി നിൽക്കാൻ പോലും സ്ഥലം കാണത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തണലൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് സൺസെറ്റൊക്കെ ആവുന്ന സമയത്ത് അങ്ങോട്ട് പോകും, സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ നിന്ന് മുന്നിലായിട്ട് കാണുന്ന ആ കുളം ഉണ്ടല്ലോ, അതിൽ അത്യാവശ്യം വെള്ളം കുറവാണ്. പക്ഷേ ഇതിന് ഫുള്ള് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്ന് നമുക്ക് വെയിലിൻ്റെ ആ ഒരു ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം ഇതുപോലെ മരങ്ങളുണ്ട്, അതുപോലെ നല്ല കാറ്റും ഉണ്ട് മേഖലകളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്. ഈ കോട്ടയുടെ എല്ലാ വശത്തും, ഈ 4 വശത്തും ഇതേപോലെ മണ്ഡപങ്ങളുണ്ട് കേട്ടോ. അവിടെ ഒരു മണ്ഡപമുണ്ട്, അതുപോലെ ആ ഒരു ഭാഗത്തുണ്ട്, ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ഈ 4 വശത്തും ഇതേപോലെ മണ്ഡപങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരാണ് കേട്ടോ കൂടുതലും, തമിഴ്നാട്ടിലുള്ളവരാണ്. കേരളത്തിലുള്ളവരൊക്കെ കുറവാണ് കേട്ടോ. കാരണം ശരിക്കും ആൾക്കാർ കന്യാകുമാരി വന്ന ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കന്യാകുമാരി വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കന്യാകുമാരി വരുമ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് വരുമ്പോഴത്തേക്ക് നല്ല ഹിമാണ് ആ സ്ഥലം അവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 6 മണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സൺസെറ്റ് കാണുകയും വലിയ വെയിൽ കാണില്ല ആ സമയത്ത്. അപ്പോൾ ഈ ഒരു വട്ടൈക്കോട്ടയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.